ഇഡിയെ നിയന്ത്രിക്കാൻ സുപ്രീം കോടതിക്ക് മാത്രമേ കഴിയൂ. കപിൽ സിബൽ ഇന്ത്യയുടെ ഫെഡറൽ ഘടനാ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കാരുണ്യത്തിലാണെന്ന് മുതിർന്ന അഭിഭാഷകനും സ്വതന്ത്ര രാജ്യസഭാ എംപിയുമായ കപിൽ സിബൽ പറഞ്ഞു. പൊളിറ്റിക്കൽ കൺസൾട്ടൻസി സ്ഥാപനമായ IPACയുടെ കൊൽക്കത്ത ഓഫീസിലും അതിന്റെ ഡയറക്ടർ പ്രതീക് ജെയിനിന്റെ വസതിയിലും ഇഡി നടത്തിയ റെയ്ഡിന് ഒരു ദിവസത്തിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ പരാമർശം. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തൃണമൂൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട സെൻസിറ്റീവ് ഡാറ്റ പിടിച്ചെടുക്കാൻ കേന്ദ്ര ഏജൻസി ശ്രമിച്ചുവെന്ന് ആരോപിച്ച് മുഖ്യമന്ത്രി മമതാ ബാനർജി റെയ്ഡ് സ്ഥലങ്ങൾ അപ്രഖ്യാപിതമായി സന്ദർശിച്ചപ്പോൾ തിരച്ചിൽ നാടകീയ രംഗങ്ങളിലേക്ക് നയിച്ചു. പശ്ചിമബംഗാളിലെ സംഭവവികാസങ്ങൾ ശരിക്കും അസ്വസ്ഥത ഉളവാക്കുന്നുവെന്നാണ് സിബൽ പറഞ്ഞത്. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പിന് 3 മാസത്തിന് താഴെ മാത്രം ശേഷിക്കെ സുപ്രീം കോടതിക്ക് മാത്രമേ ഇഡിയെ നിയന്ത്രിക്കാൻ കഴിയൂ. പ്രതിപക്ഷം ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളെയും എല്ലാ പ്രധാന പ്രതിപക്ഷ നേതാക്കളെയും ഇത് ലക്ഷ്യമിടുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി.